വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. കോഴിക്കോട് കൊയിലാണ്ടിയിലെ CPIM നേതാവ് PV സത്യനാഥിന്റെ കൊലപാതകം പ്രത്യേക പോലീസ് സംഘം അന്വേഷിക്കും. 2 ഡിവൈഎസ്പിമാർ ഉൾപ്പെടുന്ന 14-അംഗ സംഘത്തിന്റെ ഏകോപന ചുമതല കോഴിക്കോട് റൂറൽ എസ്പിക്കാണ്. കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധം പോലീസ് കണ്ടെടുത്തു. പ്രതി അഭിലാഷിന്റെ അറസ്റ്റും രേഖപ്പെടുത്തി. സത്യനാഥിന്റെ സംസ്കാരം പെരുവട്ടൂരിലെ വീട്ടുവളപ്പിൽ നടന്നു. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നിരവധി പേരാണ് വിലാപയാത്രയിൽ പങ്കെടുത്തത്. വെങ്ങളം മുതൽ കൊയിലാണ്ടി വരെ 6 പൊതുദർശനം. കൊയിലാണ്ടി ബസ് സ്റ്റാൻഡ് പരിസരത്ത് പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ്, KK ശൈലജ MLA തുടങ്ങിയ നേതാക്കളും നാട്ടുകാരും അന്തിമോപചാരമർപ്പിച്ചു. ജന്മനാടായ പെരുവട്ടൂരിൽ 100 കണക്കിന് പേരാണ് സത്യനാഥിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തിയത്. മുതിർന്ന CPIM നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ വീട്ടിലെത്തി അന്തിമോപചാരമർപ്പിച്ചു. സത്യനാഥിന്റെ കൊലപാതകം അന്വേഷിക്കാൻ 14-അംഗ സംഘത്തെ പോലീസ് നിയോഗിച്ചു. കോഴിക്കോട് റൂറൽ SP അരവിന്ദ് സുകുമാരനാണ് മേൽനോട്ടം. കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് പ്രതി അഭിലാഷ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ഇന്നലെ രാത്രിയാണ് ക്ഷേത്രോത്സവത്തിനിടെ ശരീരത്തിൽ 6 വെട്ടുകളേറ്റ് PV സത്യനാഥ് കൊല്ലപ്പെട്ടത്. 24 കോഴിക്കോട്. ജനസമ്മതനായ നേതാവിനെ നഷ്ടപ്പെട്ടതിന്റെ നടുക്കത്തിലാണ് കോഴിക്കോട്ടെ CPIM നേതൃത്വം. ക്രൂരമായ കൊലപാതകത്തിന് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് പോലീസ് വിശദമായി അന്വേഷിക്കണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആവശ്യപ്പെട്ടു. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് നാടിനെ നടുക്കിയ കൊലപാതകം. CPIM കൊയിലാണ്ടി സെൻട്രൽ ലോക്കൽ സെക്രട്ടറി PV സത്യനാഥിനെ ചെറിയപ്പുറം ക്ഷേത്രോത്സവത്തിനിടെയാണ് ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. ഉത്സവവുമായി ബന്ധപ്പെട്ട ഗാനമേള നടക്കുന്നതിനിടെ 33-കാരനായ ചെറുവട്ടൂർ സ്വദേശി അഭിലാഷ് കൊലപ്പെടുത്തുകയായിരുന്നു. നടന്നത് മൃഗീയമായ കൊലപാതകമാണെന്നും പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നത് അന്വേഷിക്കണമെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആവശ്യപ്പെട്ടു. മൃഗീയമായി എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ആ അർത്ഥത്തിൽ തന്നെയാണ് കൊലപാതകം സംഘടിപ്പിച്ചത്. മുമ്പ് പാർട്ടി മെമ്പറായിരുന്നു, പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണ്. വളരെ തെറ്റായ നിലപാടിലേക്ക് പോയി എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും കാണുന്നത്. പാർട്ടിയായിട്ട് യാതൊരു ബന്ധമുള്ള ആളല്ല. സൗമ്യനായ PV സത്യനാഥിന്റെ കൊലപാതകം വിശ്വസിക്കാനാകുന്നില്ലെന്ന് കാണത്തിൽ ജമീൽ MLA പറഞ്ഞു. അദ്ദേഹത്തിനൊരു വ്യക്തിവൈരാഗ്യം അദ്ദേഹത്തിന് നേരെ ഉണ്ടാകുക എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം ആ രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തനം. 24 കോഴിക്കോട്. കൊയിലാണ്ടി കൊലപാതകവുമായി ബന്ധപ്പെട്ട് CPIM വ്യാജ വാർത്ത പ്രചരിപ്പിച്ചെന്ന് BJPയുടെ പരാതി. കൊലപാതകത്തിന് പിന്നിൽ RSS പ്രവർത്തകരാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചുവെന്നാണ് ആരോപണം. M സ്വരാജ്, M വിജിൻ എന്നിവർക്കെതിരെ കലാപാഹ്വാനത്തിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് BJP പരാതി നൽകിയത്. ഹരിയാന പോലീസിനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കാതെ യുവകർഷകന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അനുവദിക്കില്ലെന്ന് കർഷകർ. 21 വയസ്സുകാരൻ ശുഭ്കരൺ സിംഗിന്റെ മരണത്തിൽ വൻ പ്രതിഷേധമാണ് ഉയരുന്നത്. തൽക്കാലം ഡൽഹിയിലേക്ക് നീങ്ങേണ്ടതില്ല എന്നാണ് കർഷക സംഘടനകളുടെ തീരുമാനം. പഞ്ചാബ് ഹരിയാന അതിർത്തിയിലേക്ക് കൂടുതൽ കർഷകരെ എത്തിച്ച് സമരം ശക്തമാക്കും. നിതിൻ അംബുജൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. ചലോ ഡൽഹി മാർച്ച് തൽക്കാലം തുടരേണ്ടതില്ല എന്നാണ് കർഷക സംഘടനകളുടെ തീരുമാനം. ഇന്ന് കർഷക സംഘടനകൾ ചേർന്ന യോഗത്തിലാണ് ഈ തീരുമാനം സ്വീകരിച്ചത്. കഴിഞ്ഞ ദിവസം ഖനോരിയിലുണ്ടായ പോലീസ് നടപടിക്ക് പിന്നാലെയാണ് 2 ദിവസം മാർച്ച് നിർത്തിവെക്കുന്ന സാഹചര്യമുണ്ടായത്. അതിനുശേഷം ഇന്ന് യോഗം ചേർന്നുകൊണ്ട് പിന്നീട് ഭാവി സമരപരിപാടികൾ തീരുമാനിക്കുകയായിരുന്നു. എന്തായാലും ശംഭു അതിർത്തിയിലും ഖനോരി അതിർത്തിയിലും കർഷകർ തുടരാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. പ്രധാനമായും ഉന്നയിക്കുന്ന ആവശ്യം ഇതിൽ ശുഭകരന് നീതി ഉറപ്പാക്കണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതോടൊപ്പം ഹരിയാന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു. അതിനുശേഷം മാത്രമേ ശുഭ്കരന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടവും പിന്നീട് സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുകയുള്ളൂ. അതുവരെ കർഷകർ ഈ ആവശ്യം ഉന്നയിച്ച് സമരം തുടരും. പിന്നീട് മാത്രമേ യോഗം ചേർന്ന് ഡൽഹിയിലേക്ക് പോകുന്ന കാര്യത്തിൽ ഒരു തീരുമാനം അറിയിക്കുകയുള്ളൂ. Somebody has lost his life, a young son, a young brother has lost his life. So in any death, what is the first process? We go and file a FIR on it. So we are insisting. They are giving us, we'll give you 1 crore, we'll give you a government job and all that. But our demand is very clear. The first judicial legal step should be taken. An FIR should be filed against the culprits. That is the stand of Kisan Mazdoor Morcha and SKM.
non-political, that first the FIR against the culprits should be fired. After that only you will move to Delhi. Exactly. Move to Delhi is another issue. After that, we'll decide a future course of action. അതേസമയം അതിർത്തികളിൽ സമരം ശക്തമാക്കാൻ തന്നെയാണ് കർഷക സംഘടനകളുടെ തീരുമാനം. ഇത്തരത്തിൽ ശംഭു അതിർത്തിയിലും കനൌരി അതിർത്തിയിലും തമ്പടിച്ചുകൊണ്ട് സമരം തുടരും. പ്രധാനമായും ഉന്നയിക്കുന്ന ആവശ്യം ആദ്യം ശുഭകരന് നീതി ഉറപ്പാക്കുക, അതിനുശേഷം MSP അടക്കമുള്ള കാര്യങ്ങളിൽ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തുണ്ട്. നിലവിൽ ഇപ്പോൾ ഈ സമരത്തിന് രാജ്യവ്യാപകമായുള്ള പിന്തുണ ലഭിക്കുന്നുണ്ട്. പല സംസ്ഥാനങ്ങളിലും ഇന്ന് കരിദിനം ആചരിക്കുകയും അതോടൊപ്പം തന്നെ പോലീസിന് നടപടി ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. അതിലടക്കം വലിയ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. പോലീസ് നടപടിയിൽ തന്നെയാണ് വലിയ പ്രതിഷേധം കർഷകർക്കിടയിൽ രൂപപ്പെട്ടത്. കാരണം പഞ്ചാബ് അതിർത്തിയിലേക്ക് ഹരിയാന പോലീസ് കടന്നു ചെല്ലുകയും അതിനുശേഷം വലിയ തരത്തിലുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്തു. കർഷകരുടെ വാഹനങ്ങളടക്കം കേടുപാടുകൾ സംഭവിച്ചു. ആ ഒരു പശ്ചാത്തലത്തിൽ സമരം ശക്തമായി തന്നെ മുന്നോട്ട് പോകും. അതേസമയം മാർച്ച് അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പിന്നീടാകും തീരുമാനിക്കുക. അതുവരെ അതിർത്തികളിൽ തുടർന്നുകൊണ്ട് സമരം ശക്തമാക്കും. അതിനിടയിൽ ഇന്ന് ദേശീയ സുരക്ഷാ നിയമപ്രകാരം കർഷകർക്കെതിരെ കേസെടുക്കാനുള്ള ഒരു നീക്കം പോലീസിന്റെ ഭാഗത്തും ഉണ്ടായി. പക്ഷേ പിന്നീട് ഹരിയാന പോലീസിന് ആ ഒരു നീക്കത്തിൽ നിന്ന് പിൻവലിക്കേണ്ടി വന്നു. പ്രത്യേകിച്ചും അത്തരമൊരു നടപടി ഉണ്ടായാൽ കർഷകർ കൂടുതൽ സംഘടിക്കും. അത് വലിയ തരത്തിലൊരു കർഷക സമരത്തിലേക്ക് പിന്നീട് കരുത്താർജിക്കുന്നൊരു നില ഉണ്ടാകും. ആ ഒരു പശ്ചാത്തലത്തിലാണ് പിന്നീട് ഹരിയാന പോലീസിനും ആ നിലപാടിൽ നിന്ന് പിൻവാങ്ങേണ്ടി വന്നത്. അതേസമയം തന്നെ പൊതുമുതൽ നശിപ്പിച്ചടക്കമുള്ള കേസുകളിൽ കർഷക നേതാക്കളിൽ നിന്ന് സ്വത്തുക്കൾ കണ്ടുകെട്ടാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യുന്ന നിലപാട് ഇപ്പോൾ പോലീസ് സ്വീകരിച്ചിട്ടുണ്ട്. എന്തായാലും ശംഭു അടക്കമുള്ള അതിർത്തികളിൽ കർഷക സമരം ശക്തമായി തന്നെ തുടരും. പ്രധാനമായും ഉന്നയിക്കുന്ന ആവശ്യം ശുഭകരന് നീതി ഉറപ്പാക്കണം എന്നൊരു ആവശ്യമാണ് പ്രധാനമായും കർഷക സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്നത്. ശംഭുവിൽ നിന്ന് സന്ദീപ് മാലിക്കിനൊപ്പം നിതിൻ അംബുജൻ, 24. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള BJP സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടികയായി. ശോഭാ സുരേന്ദ്രൻ വയനാട്ടിൽ BJP സ്ഥാനാർത്ഥിയായേക്കും. തൃശൂരിൽ സുരേഷ് ഗോപിയും ആറ്റിങ്ങലിൽ V മുരളീധരനും പാലക്കാട് C കൃഷ്ണകുമാറും മത്സരിക്കും. BJP സംസ്ഥാന ഘടകം ദേശീയ നേതൃത്വത്തിന് പ്രാഥമിക സ്ഥാനാർത്ഥി പട്ടിക കൈമാറും. വിജയിക്കുക അല്ലെങ്കിൽ വോട്ട് ശതമാനം ഉയർത്തുക. BJP സംസ്ഥാന ഘടകത്തിന് കേന്ദ്ര നേതൃത്വം നൽകിയിരിക്കുന്ന നിർദ്ദേശം ഇത്. ഈ ലക്ഷ്യം കൈവരിക്കുന്നതിനായി കരുത്തരെ കളത്തിലിറക്കാനാണ് BJP തീരുമാനം. കോഴിക്കോട് മണ്ഡലത്തിൽ പരിഗണിച്ചിരുന്ന സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രന്റെ പേര് വയനാട് കൂടെ പരിഗണിക്കുന്നു. രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ സംസ്ഥാനത്തെ പ്രമുഖ സ്ഥാനാർത്ഥിയെ വയനാട് രംഗത്തിറക്കുമെന്ന് BJP വ്യക്തമാക്കിയിരുന്നു. LDF സ്ഥാനാർത്ഥിയായി ആനി രാജയെ നിശ്ചയിച്ച പശ്ചാത്തലത്തിലാണ് BJP ശോഭാ സുരേന്ദ്രനെ പരിഗണിക്കുന്നത്. ശോഭ വയനാട് മത്സരിച്ചാൽ കോഴിക്കോട് MT രമേശിനാണ് സാധ്യത. നിലവിൽ വടകരയിലാണ് MT രമേശിനെ പരിഗണിക്കുന്നത്. തൃശൂരിൽ സുരേഷ് ഗോപി, ആറ്റിങ്ങലിൽ V മുരളീധരൻ, പാലക്കാട് C കൃഷ്ണകുമാർ, കാസർഗോഡ് PK കൃഷ്ണദാസ്, മലപ്പുറത്ത് AP അബ്ദുള്ളക്കുട്ടി, പത്തനംതിട്ടയിൽ PC ജോർജ്, കൊല്ലത്ത് PB ഗോപകുമാർ എന്നിവരുടെ പേരുകളാണ് പരിഗണനയിൽ. കണ്ണൂരിൽ ഈ അടുത്ത് കോൺഗ്രസിൽ നിന്നെത്തിയ C രഘുനാഥ്, പ്രകാശ് ബാബു എന്നിവരുടെ പേരുകളാണ് സാധ്യതാ പട്ടികയിൽ. പൊന്നാനിയിൽ പ്രഫുൽ കൃഷ്ണൻ, നിവേദിത സുബ്രഹ്മണ്യം, ചാലക്കുടിയിൽ മേജർ രവി, AN രാധാകൃഷ്ണൻ, B ഗോപാലകൃഷ്ണൻ, ആലപ്പുഴയിൽ KS രാധാകൃഷ്ണൻ, ജില്ലാ പ്രസിഡന്റ് MV ഗോപകുമാർ, എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ അനിൽ ആന്റണി, മഹിളാ മോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിനീത ഹരിഹരൻ, BJP സംസ്ഥാന വക്താവ് TP സിന്ധുമോൾ എന്നിവരാണ് പട്ടികയിൽ. എറണാകുളം BDJSന് നൽകുന്ന കാര്യവും ആലോചനയിലുണ്ട്. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരന്റെ പേരിനാണ് മുൻതൂക്കം. കലാ സാംസ്കാരിക രംഗത്തെ ചില പ്രമുഖരുമായും തിരുവനന്തപുരത്തിനായി ചർച്ച നടത്തുന്നുണ്ട്. തലസ്ഥാനത്ത് അവസാന നിമിഷം കുമ്മനം രാജശേഖരൻ സ്ഥാനാർത്ഥിയായാലും അത്ഭുതപ്പെടാനില്ല. BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ നാളെ ഡൽഹിയിൽ ദേശീയ നേതാക്കളുമായി നടത്തുന്ന ചർച്ചയിൽ അന്തിമ ധാരണയാകും. 29ഓടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. മൂന്നാം സീറ്റ് ലഭിച്ചില്ലെങ്കിൽ പരസ്യ പ്രതിഷേധത്തിന് മുസ്ലിം ലീഗ്. UDF യോഗം ബഹിഷ്കരിക്കാനാണ് ആലോചന. രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിലും കോൺഗ്രസ് ഉറപ്പ് നൽകാത്തതാണ് മുസ്ലിം ലീഗിനെ ചുടിപ്പിച്ചത്. സീറ്റിന് വേണ്ടി യാചിക്കുകയല്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം 24നോട് പറഞ്ഞു. അപമാനം സഹിച്ച് UDFൽ നിൽക്കണമെന്ന് ലീഗ് തീരുമാനിക്കണമെന്ന് മന്ത്രി P രാജീവ് പ്രതികരിച്ചു. മൂന്നാം സീറ്റില്ലെങ്കിൽ രാജ്യസഭാ സീറ്റ് നൽകുമെന്ന് പരസ്യമായി പ്രഖ്യാപിക്കണമെന്നാണ് ലീഗ് നിലപാട്. രണ്ടിലും ഉറപ്പ് ലഭിക്കാത്തതാണ് ലീഗിന്റെ അതൃപ്തിക്ക് കാരണം. കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കേണ്ടതില്ലെന്ന നിലപാടിൽ നിന്ന് സമ്മർദ്ദം ചെലുത്തി ആവശ്യം നേടിയെടുക്കുക എന്ന നിലപാടിലേക്ക് ലീഗ് മാറി. അണികളുടെ വികാരം കൂടി കണക്കിലെടുത്താണ് നയമാറ്റം. ലീഗിന് മൂന്നാം സീറ്റ് ലഭിക്കുമെന്ന് PMA സലാം. ഇത് സംബന്ധിച്ച് ചർച്ചകൾ നടക്കുകയാണ്. 25-ാം തീയതി ചർച്ചയുണ്ട്. അതിൽ തീരുമാനമാകണം. വളരെ പെട്ടെന്ന് തീരുമാനം എടുക്കാൻ കഴിയുന്ന കാര്യമാണ്. ഇനിയും നീണ്ടുകൊണ്ട് പോകാൻ പാടില്ല എന്ന് മുസ്ലിം ലീഗ് ശക്തമായി ആഗ്രഹിക്കുന്നുണ്ട്. അല്ല, അത് തീരുമാനം അണികൾക്ക് കൂടി ആശ്വാസകരമായ ഒരു തീരുമാനമായാൽ പോരെ, പിന്നെ അടുത്ത തീരുമാനത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. UDFലെ പ്രബല കക്ഷിയായിട്ടും മൂന്നാം സീറ്റിനായി ലീഗ് ദയനീയമായി യാചിക്കുകയാണെന്ന മന്ത്രി P രാജീവ്. UDFന്റെ കരുത്ത് മുസ്ലിം ലീഗാണ്.
നിയമസഭയിൽ മൂന്നിലൊന്ന് സീറ്റ് ലീഗിനുണ്ടായിട്ടും മൂന്നാമതൊരു സീറ്റിന് വേണ്ടി ദയനീയമായി യാചിക്കുകയാണ് ചെയ്യുന്നത്. മലപ്പുറത്തും പൊന്നാനിയിലും LDF ദുർബല സ്ഥാനാർത്ഥികളെയാണ് നിർത്തിയതെന്നും ഇത് പിണറായി വിജയനും PK കുഞ്ഞാലിക്കുട്ടിയും തമ്മിലുള്ള ധാരണയാണെന്നും BJP ആരോപിച്ചു. പിണറായി വിജയന്റെ ആ അടവ് നയം അവരിപ്പോഴും ഉപേക്ഷിച്ചിട്ടില്ല എന്നതിൻ്റെ തെളിവാണ് ഇവിടെ CPM പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളിൽ മലപ്പുറത്തെ 2 സ്ഥാനാർത്ഥികളും വളരെ ദുർബലത. അത് മഞ്ചേരിയിലായാലും മലപ്പുറത്തായാലും അത് പിണറായി വിജയനും കുഞ്ഞാലിക്കുട്ടിയും തമ്മിലുള്ള ഒരു ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിൻ്റെ പ്രകടമായ പ്രതിഫലനമാണ് എന്ന് ഞങ്ങൾ പറയാൻ. ലീഗുമായുള്ള തർക്കം പരിഹരിച്ച് എത്രയും വേഗം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തണമെന്ന ആവശ്യത്തിലാണ് കോൺഗ്രസിലെ വലിയൊരു വിഭാഗം. 24 മലപ്പുറം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പട്ടികയിൽ ധാരണയായതോടെ വിജയസാധ്യത പങ്കുവെച്ച് LDF നേതാക്കൾ. തിരുവനന്തപുരത്ത് BJP കേന്ദ്രമന്ത്രിമാരെ അടക്കം ആരെ ഇറക്കിയാലും LDF വിജയിക്കുമെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. പത്തനംതിട്ടയിൽ ശബരിമലയ്ക്ക് പകരം അയോധ്യയും മണിപ്പൂരും ചർച്ചയാകുമെന്ന് ഡോക്ടർ TM തോമസ് ഐസക്കും പ്രതികരിച്ചു. പിണറായിയെ അപമാനിച്ച KSMCയെ പൊന്നാനിയിൽ സ്ഥാനാർത്ഥിയാക്കിയതിൽ CPIM മറുപടി പറയണമെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ ആവശ്യപ്പെട്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പുകളും രാഷ്ട്രീയ വാക്പോരുകളുമായി ചൂടുപിടിച്ചു തുടങ്ങി. UDFന് മുൻപേ സ്ഥാനാർത്ഥി നിർണയത്തിൽ ധാരണയായതിന്റെ ആത്മവിശ്വാസമാണ് ഇടത് ക്യാമ്പിന്. അത് നേതാക്കളുടെ വാക്കുകളിൽ പ്രകടം. പത്തനംതിട്ടയിൽ സാമുദായിക മത്സരമല്ല രാഷ്ട്രീയ പോരാട്ടമാണ് നടക്കുന്നതെന്ന് TM തോമസ് ഐസക്. പൊളിറ്റിക്കൽ ഫൈറ്റ് ആയിരിക്കും, ആരും സംശയം വേണ്ട. കേരളത്തിൽ വളരെ തീക്ഷ്ണമായിട്ടുള്ള രാഷ്ട്രീയ സമരമാണ് ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവുക. ഇടതുപക്ഷം തകർപ്പൻ വിജയം നേടും. BJP ദേശീയ മുഖം പരീക്ഷിക്കാനൊരുങ്ങുന്ന തിരുവനന്തപുരത്ത് ശക്തമായ മത്സരം ഉണ്ടാകുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. LDFന്റെ വിജയം ഉറപ്പാക്കാനുള്ള സ്ഥാനാർത്ഥികൾ എല്ലായിടത്തും ഉണ്ടാകും. തിരുവനന്തപുരത്തുണ്ടാകും, എല്ലായിടത്തും ഉണ്ടാകും. കേന്ദ്രമന്ത്രിയോ വലിയ മന്ത്രിയോ അതിനേക്കാളും വലിയ മന്ത്രിയോ വന്നാലും ശരി. അതേസമയം പൊന്നാനിയിലെ CPIMന്റെ പൊതുസ്വതന്ത്രനെ രാഷ്ട്രീയ ചർച്ചയാക്കുകയാണ് UDF ക്യാമ്പ്. പിണറായിയെ കഴുത്തിന് പിടിച്ച് പുറത്താക്കണമെന്ന് പരസ്യമായി പ്രസംഗിച്ച KS ഹംസയാണ് CPMന്റെ പൊന്നാനിയിലെ സ്ഥാനാർത്ഥി. പിണറായി വിജയന്റെ കുഞ്ചിന് പിടിക്കണമെന്ന് പറഞ്ഞ ആളെയാണ് മഞ്ചേരിയിലെ സ്ഥാനാർത്ഥിയാക്കി വെച്ചിരിക്കുന്നത് എന്ന് പറയുമ്പം അതിന്റെ മറ്റൊരു വശം നമ്മൾ പറയേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. CPIM പ്രൊഫസർ C രവീന്ദ്രനാഥിനെ ഇറക്കുന്ന ചാലക്കുടി സേഫ് എന്ന UDF സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്ന സിറ്റിംഗ് MP ബെന്നി ബെഹന്നാൻ. ചാലക്കുടി പാർലമെന്റ് നിയോജകമണ്ഡലം കോൺഗ്രസിന് UDFന് വിജയിക്കാൻ എല്ലാ സാധ്യതയുള്ള നിയോജകമണ്ഡലമാണ്. സ്ഥാനാർത്ഥി നിർണയം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല, അതുകൊണ്ട് സ്ഥാനാർത്ഥി എന്ന നിലയിലുള്ള പ്രതികരണത്തിൽ ഞാൻ മുതിരുന്നില്ല. പക്ഷെ നിയോജകമണ്ഡലം വളരെ സേഫാണ്. ഈ നിയോജകമണ്ഡലം 20 മണ്ഡലങ്ങളിലും വിജയസാധ്യത മാത്രം ലക്ഷ്യം വെച്ചുള്ള സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ കഴിഞ്ഞുവെന്നാണ് LDF നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. 26-ന് CPIയും 27-ന് CPIMും ഔദ്യോഗികമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. 24 തിരുവനന്തപുരം. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ LDFന് മികച്ച നേട്ടം. UDFൽ നിന്ന് 4 സീറ്റും BJPയിൽ നിന്ന് 3 സീറ്റും LDF പിടിച്ചെടുത്തു. തെരഞ്ഞെടുപ്പ് നടന്ന 23 സീറ്റിൽ LDFും UDFും 10 സീറ്റുകൾ വീതം നേടിയപ്പോൾ BJP 3 ഇടത്ത് വിജയിച്ചു. മട്ടന്നൂർ നഗരസഭയിൽ UDF സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്ത് BJP അട്ടിമറി വിജയം നേടി. ഒരു കോർപ്പറേഷൻ വാർഡ്, 4 മുനിസിപ്പാലിറ്റി വാർഡ്, 18 ഗ്രാമപഞ്ചായത്ത് വാർഡ് എന്നിവിടങ്ങളിലേക്കായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. 13 UDFും 5 വീതം LDFും BJPയും എന്നതായിരുന്നു മുൻപത്തെ ചിത്രം. 5 സീറ്റിൽ നിന്നാണ് LDF സീറ്റെണ്ണം ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചത്. UDFൽ നിന്ന് 4 സീറ്റുകൾ LDF പിടിച്ചെടുത്തു. BJPയിൽ നിന്ന് 3 സീറ്റുകളും നേടി. തിരുവനന്തപുരം നഗരസഭയിലെ വെള്ളാർ വാർഡ് BJPയിൽ നിന്ന് പിടിച്ചെടുത്തത് LDFന് വലിയ നേട്ടമായി. നെടുമ്പാശ്ശേരി പഞ്ചായത്തിന്റെ ഭരണവും ഉപതെരഞ്ഞെടുപ്പിലൂടെ പിടിച്ചെടുക്കാൻ LDFനായി. UDFന്റെ സിറ്റിംഗ് സീറ്റിൽ LDF സ്ഥാനാർത്ഥി NS അർച്ചന 98 വോട്ടുകൾക്ക് വിജയിച്ചതോടെയാണ് ഭരണമാറ്റം. വളരെയധികം സന്തോഷം, അഭിമാനം ഒക്കെ തോന്നുന്നുണ്ട്. കാരണം എത്രയേറെ ആൾക്കാർ ഒരു പ്രതീക്ഷയോട് നോക്കി കാണുന്ന ഒരു ഭരണമാറ്റമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ അവസരത്തിൽ എനിക്ക് വോട്ട് ചെയ്ത ആൾക്കാരോട് എപ്പോഴും നന്ദി പറയുക മാത്രമല്ല, അവർക്ക് വേണ്ടിയിട്ട് ഏതൊരു കാര്യവും സത്യസന്ധമായിട്ട് രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഡ്യൂട്ടി. 2 സിറ്റിംഗ് സീറ്റുകളിൽ LDF പരാജയപ്പെട്ടു. 13 സീറ്റുണ്ടായിരുന്ന UDFന് 10 സീറ്റിലേക്ക് ഒതുങ്ങേണ്ടി വന്നു. ഇടുക്കി മൂന്നാർ പഞ്ചായത്തിൽ കൂറുമാറ്റത്തിൽ അംഗങ്ങളെ അയോഗ്യരാക്കിയതിനെ തുടർന്ന് നടന്ന 2 വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പിലും UDF വിജയിച്ചു. 5 സീറ്റിൽ നിന്ന് BJP 3 ചുരുങ്ങി. തിരുവനന്തപുരം നഗരസഭയിലെ സീറ്റ് നഷ്ടപ്പെട്ടത് വലിയ തിരിച്ചടിയായി. എന്നാൽ ചരിത്രത്തിലാദ്യമായി മട്ടന്നൂർ നഗരസഭയിൽ നേടിയ അട്ടിമറി വിജയം കരുത്തായി. UDF സിറ്റിംഗ് സീറ്റാണ് BJP പിടിച്ചെടുത്തത്. 24 തിരുവനന്തപുരം. മലക്കപ്പാറയിൽ ആദിവാസി മൂപ്പനെ വനവകുപ്പ് ഉദ്യോഗസ്ഥർ മർദ്ദിച്ചതായി പരാതി. വീരാൻകുടിയൂരിലെ മൂപ്പൻ വീരനാണ് മർദ്ദനമേറ്റത്. മലക്കപ്പാറയ്ക്ക് സമീപം ഊരുവാസികൾ കെട്ടിയ കുടിൽ പൊളിക്കാനെത്തിയ ഉദ്യോഗസ്ഥരാണ്
മൂപ്പനെ മർദ്ദിച്ചത്. 3 കുടിലുകൾ പൊളിച്ചു മാറ്റുകയും ചെയ്തു. മൂപ്പൻ വീരനെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. സംഘം ചേർന്നാണ് ഉദ്യോഗസ്ഥർ തന്നെ മർദ്ദിച്ചതെന്ന് വീരൻ 24-നോട് പറഞ്ഞു. ഇതൊക്കെ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഇങ്ങനെയൊക്കെ കിടക്കുമ്പോൾ വെറുതെ കാട്ടിനകത്ത് എല്ലാം കാടൻ മഞ്ഞ മുഴുവൻ മൊത്തം ഇങ്ങനെ കിടക്കുകയാണ്. എന്നിട്ട് ഈ കൈ കൊണ്ട് തലക്കിട്ട് കൊടുത്തു. പിന്നെ കമ്പ് വെച്ച് കുറെ അടി കാലത്തും സൂരജ് സജി ചേരുന്നുണ്ട് വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, ഒരു മർദ്ദനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് എന്താണ് ഈ പരാതിയായി ഉരുമൂപ്പൻ പറയുന്നത്? വനംവകുപ്പിന്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം എന്താണ് സൂരജ്? കഴിഞ്ഞ 18 മുതലാണ് ഈ മലക്കപ്പാറ പോലീസ് സ്റ്റേഷൻ സമീപം വനഭൂമിയിൽ ഈ ആദിവാസി വിഭാഗങ്ങൾ കുടിൽ കെട്ടി താമസം ആരംഭിക്കുന്നത്. കഴിഞ്ഞ 2018 പ്രളയത്തിൽ ഇവരുടെ ഊരിന്റെ ഇരുവശവും ഉരുളെടുത്തിരുന്നു. ഇതേ തുടർന്ന് ഇവർക്ക് വാസയോഗ്യമായ സ്ഥലം നൽകാമെന്ന് സർക്കാർ അറിയിച്ചിരുന്നെങ്കിലും ആ നടപടികളൊന്നും എങ്ങും എത്തിയിരുന്നില്ല. ഇതോടുകൂടിയാണ് പ്രതിഷേധ സൂചകമായി ഇവർ ഈ വനഭൂമി കയ്യേറിക്കൊണ്ട് കുടിലുകൾ കെട്ടി താമസം തുടങ്ങിയത്. അതോടുകൂടി തന്നെ വനം വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് കടുത്ത എതിർപ്പുകൾ ഉണ്ടായിരുന്നു. കൂടുതൽ കുടിലുകൾ കെട്ടാതിരിക്കുന്നതിന് വേണ്ട ക്രമീകരണങ്ങളെല്ലാം വനം വകുപ്പ് നടത്തിയിരുന്നു. ഇതിനിടയിലാണ് ഇന്ന് വൈകുന്നേരം 4:30 അവിടെ എത്തിയ വനം വകുപ്പ് സംഘം ഇവരുടെ ഈ സ്ഥലത്തിന് ചുറ്റും കെട്ടിയിരുന്ന കൊടികൾ ഉൾപ്പെടെ അഴിച്ചു മാറ്റുകയും പിന്നീട് ഈ 3 കുടിലുകൾ തകർക്കുകയും. ഇതിനിടയിലാണ് ഊരുമൂപ്പന് മർദ്ദനമേറ്റത് എന്നുള്ളതാണ് ഊരുവാസികൾ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. മൂപ്പന്റെ കാലിനും അതുപോലെ തന്നെ മുഖത്തും മർദ്ദിക്കുന്ന നടപടി ഉണ്ടായി. നേരത്തെയും ഒരു വന്യജീവി ആക്രമണത്തിൽ പരിക്കേൽക്കുകയും മൂപ്പന്റെ ഒരു കാലിന് തളർച്ച ബാധിക്കുകയും ചെയ്താണ്. കാലിനാണ് മർദ്ദനമേറ്റത് എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും മർദ്ദനത്തെ തുടർന്ന് മൂപ്പനെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. കാരണം ഊരുമൂപ്പനെ തന്നെ മർദ്ദിച്ച നടപടി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നിലവിൽ ഈ വീരൻകുടി ഊരിലെ നിവാസികൾ വ്യക്തമാക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും ഈ കുടിൽ കെട്ടിയുള്ള സമരം ശക്തമാക്കാനാണ് ഇവരുടെ തീരുമാനം. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. കൊയിലാണ്ടിയിലെ CPIM നേതാവിന്റെ കൊലപാതകത്തിൽ പ്രതി അഭിലാഷിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കൊയിലാണ്ടി മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ്. പ്രതിക്കായി അന്വേഷണ സംഘം ഉടൻ കസ്റ്റഡി അപേക്ഷ നൽകും. അഭിജിത്ത് മുഴക്കുന്ന് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഭിജിത്ത്, വിശദാംശങ്ങൾ. അഭിജിത്ത്. കൊയിലാണ്ടി മജിസ്ട്രേറ്റാണ് അല്പസമയം മുൻപ് അഭിലാഷിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത്. ഇയാൾക്കായുള്ള കസ്റ്റഡി അപേക്ഷ ഉടൻ തന്നെ പോലീസ് നൽകും. നാളെ തന്നെ ഈ കസ്റ്റഡി അപേക്ഷ നൽകാനാണ് സാധ്യത. ഈ പ്രതിയെ കസ്റ്റഡിയിലെടുത്ത ശേഷം തെളിവെടുക്കേണ്ടതുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്യലും അത്യാവശ്യമാണ്. കാരണം വ്യക്തിവൈരാഗ്യം മൂലമാണ് താൻ ഇത്തരം ഒരു കൊലപാതകം നടത്തിയത് എന്നുള്ളതാണ് പോലീസിന് ഇയാൾ നൽകിയിരിക്കുന്ന മൊഴി. ഒപ്പം തന്നെ തന്നെ ഈ PV സത്യനാഥ് തന്നെ അവഗണിച്ചതിലുള്ള കാരണമാണ് ഈ വ്യക്തിവൈരാഗ്യത്തിലേക്ക് അടക്കം നീണ്ടത് എന്ന കാര്യമാണ് നിലവിൽ അഭിലാഷ് പോലീസിനോട് നൽകിയിരിക്കുന്നത്, പോലീസിനോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും കൂടുതൽ കാര്യങ്ങളിൽ ഒരു വ്യക്തത പോലീസിന് തേടേണ്ടതുണ്ട്, അന്വേഷണ സംഘത്തിന് തേടേണ്ടതുണ്ട്. ഇക്കാര്യത്തിലടക്കം ഒരു വ്യക്തത തേടുന്നതിന് വേണ്ടിയാണ് പോലീസ് ഇയാൾക്കായി കസ്റ്റഡി അപേക്ഷ നൽകുക. അടുത്ത ദിവസം തന്നെ ഇയാൾക്കായുള്ള കസ്റ്റഡി അപേക്ഷ കൊയിലാണ്ടി മജിസ്ട്രേറ്റിന് മുന്നിൽ നൽകുമെന്നുള്ളതാണ് നിലവിൽ അന്വേഷണ സംഘവുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ശരി, അഭിജിത്ത് മുഴക്കുന്നു വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട്ട് നിന്ന്. തിരുവനന്തപുരം നേമത്ത് വീട്ടിൽ പ്രസവത്തിനിടെ മരിച്ച യുവതിയെ അക്യൂപങ്ക്ചർ ചെയ്തിരുന്ന ഷിഹാബുദ്ദീനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊച്ചിയിൽ നിന്നാണ് നേമം പോലീസ് ഇയാളെ പിടികൂടിയത്. മരിച്ച യുവതിയുടെ ഭർത്താവും കേസിലെ മറ്റൊരു പ്രതിയുമായ നയാസ് ഷിഹാബുദ്ദീനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. കൊച്ചിയിൽ നിന്ന് പിടികൂടിയ ഷിഹാബുദ്ദീനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഷിഹാബുദ്ദീന്റെ നിർബന്ധത്തിലാണ് മരിച്ച ഷമീറയ്ക്ക് വീട്ടിൽ അക്യൂപങ്ക്ചർ ചികിത്സ നൽകിയതെന്നാണ് പോലീസ് പറയുന്നത്. ഇയാൾക്കെതിരെ ഗുരുതര വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത്. ഇന്ന് തന്നെ ഇയാളെ നെയ്യാറ്റിൻകര കോടതിയിൽ ഹാജരാക്കും. വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നതിനിടെ ഷിഹാബുദ്ദീനെ മരിച്ച ഷമീറയുടെ ഭർത്താവും കേസിൽ പ്രതിയുമായ നയാസ് കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. കൊല്ലുമെന്ന് ആക്രോശിച്ചുകൊണ്ട് പാഞ്ഞെടുത്ത നയാസിനെ പോലീസ് പിടിച്ചു മാറ്റുകയായിരുന്നു. സംഭവത്തിൽ 2 ദിവസം മുൻപ് കോടതി റിമാൻഡ് ചെയ്ത നയാസിനെ ചോദ്യം ചെയ്യാനായാണ് പോലീസ് വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങിയത്. നയാസിനെയും ഷിഹാബുദ്ദീനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും. 24 തിരുവനന്തപുരം. നേമത്ത് വീട്ടിലെ പ്രസവത്തിന് പിന്നാലെ അമ്മയും കുഞ്ഞും മരിച്ച സംഭവം അതിദാരുണമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ P. സതീദേവി. ചികിത്സ വേണ്ടെന്ന ഭർത്താവിന്റെ നിലപാട് ഞെട്ടിപ്പിക്കുന്നതാണ്. കേരളീയ സമൂഹത്തിൽ കണ്ടിട്ടില്ലാത്ത സംഭവമെന്നും P. സതീദേവി പ്രതികരിച്ചു. തീർച്ചയായും ഈ കാര്യത്തിൽ വളരെ ഗുരുതരമായിട്ടുള്ള ഗൗരവമേറിയിട്ടുള്ള ഒരു അന്വേഷണം നടത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനി ഒരിക്കലും
കേരളീയ സമൂഹത്തിൽ ഒരിക്കലും ഉണ്ടായിക്കൂടാ എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയണം. ഇത് തികച്ചും ഒരു അശാസ്ത്രീയമായിട്ടുള്ള രീതിയിലുള്ള രീതികൾ ഈ ഗർഭവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവലംബിക്കപ്പെടുന്നു എന്നുള്ളത് തീർച്ചയായും പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ തികച്ചും തെറ്റായിട്ടുള്ള വിശ്വാസങ്ങൾ നമ്മുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളതാണ് ഇത് മനസ്സിലാക്കുന്നത്. കേന്ദ്ര സർക്കാരിനെതിരെ ഗുരുതര ആരോപണവുമായി കോൺഗ്രസ്. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നേരിടുന്ന 30 കമ്പനികളിൽ നിന്ന് BJPക്ക് സംഭാവന കിട്ടിയെന്നാണ് ആരോപണം. ഇടപാടുകളെക്കുറിച്ച് സമഗ്ര അന്വേഷണം വേണമെന്ന് AICC ജനറൽ സെക്രട്ടറി ജയറാം രമേശ് ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി കേന്ദ്ര അന്വേഷണ ഏജൻസികളെ BJPയുടെ പിരിവുകാരാക്കി മാറ്റിയെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു. 30 കമ്പനികൾക്കെതിരായ അന്വേഷണത്തിലൂടെ 335 കോടി രൂപ ഏജൻസികൾ BJPക്ക് സംഭാവന നൽകിയെന്നാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം. മധ്യപ്രദേശിലെ ഡിസ്റ്റിലറി കേസിൽ ജാമ്യം കിട്ടിയ പ്രതികൾ BJPക്ക് സംഭാവന നൽകി. മോദി സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ പ്രയാസമില്ലാതെ ബിസിനസ് ചെയ്യാനുള്ള ഗ്യാരണ്ടി അനധികൃത സംഭാവനകളും ഇലക്ട്രൽ ബോണ്ടുമാണെന്ന് രാഹുൽ എക്സിൽ കുറിച്ചു. ഫണ്ട് ദാതാക്കളും BJPയും തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകളെ കുറിച്ച് അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന് കോൺഗ്രസ് കത്തയച്ചു. 2018-19 2022-23 ഇടയിൽ 335 കോടി രൂപ BJPക്ക് സംഭാവന നൽകിയ 30 കമ്പനികളെങ്കിലും ആ കാലയളവിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നേരിട്ടുവെന്ന് കത്തിൽ പറയുന്നു. സംശയാസ്പദമായ സ്ഥാപനങ്ങൾ എന്തുകൊണ്ട് BJPക്ക് സംഭാവന നൽകുന്നു എന്നതിനെക്കുറിച്ച് അന്വേഷണം വേണം. സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ധവളപത്രം പുറത്തിറക്കാൻ BJP കോൺഗ്രസ് വെല്ലുവിളിക്കുകയും ചെയ്തു. 24 ഡൽഹി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ അപകീർത്തിപ്പെടുത്തിയെന്ന കേസിൽ രാഹുൽ ഗാന്ധിക്ക് തിരിച്ചടി. ജാർഖണ്ഡിലെ കേസ് റദ്ദാക്കണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളി. കേസിന് കാരണമായ പ്രസംഗം നടത്തിയത് കർണാടകയിലാണെന്നും അതുകൊണ്ട് ജാർഖണ്ഡിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല എന്നുമാണ് രാഹുൽ ഗാന്ധി വാദിച്ചത്. ഹർജി തള്ളിയ കോടതി രാഹുൽ ഗാന്ധിയോട് വിചാരണ നേരിടാൻ ആവശ്യപ്പെട്ടു. BJP നേതാവ് നവീൻ ധായാണ് പരാതിക്കാരൻ. ബൈജൂസ് ലേണിംഗ് ആപ്പ് CEO സ്ഥാനത്ത് നിന്ന് ബൈജു രവീന്ദ്രനെ മാറ്റണമെന്ന് നിക്ഷേപകർ. അസാധാരണ ജനറൽ ബോഡി യോഗത്തിനെത്തിയ ഭൂരിഭാഗം പേരും ആവശ്യത്തെ അനുകൂലിച്ചു വോട്ട് ചെയ്തു. യോഗ തീരുമാനങ്ങൾ അംഗീകരിക്കില്ലെന്ന് ബൈജു രവീന്ദ്രൻ പ്രതികരിച്ചു. ബൈജൂസിനെതിരെ നിക്ഷേപകർ ദേശീയ കമ്പനി നിയമ ട്രൈബ്യൂണലിനെ സമീപിച്ചിട്ടുണ്ട്. ഇന്ന് ചേർന്ന വിർച്വൽ യോഗത്തിൽ പ്രോസസ് NV, പീക്ക് XV തുടങ്ങിയ നിക്ഷേപകർ ബൈജു രവീന്ദ്രനെ CEO സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിന് അനുകൂലമായി വോട്ട് ചെയ്തു. എന്നാൽ തീരുമാനം അംഗീകരിക്കില്ലെന്ന് ബൈജൂസ് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. ബൈജൂസിലെ ചില ജീവനക്കാർ നിക്ഷേപകരുടെ സൂം മീറ്റിംഗ് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു. കൂക്കി വിളിച്ചും അപശബ്ദങ്ങൾ ഉണ്ടാക്കിയുമാണ് ഇവർ യോഗം അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചത്. ബൈജൂസിനെതിരെ ദേശീയ കമ്പനി നിയമ ട്രിബ്യൂണലിനെ സമീപിച്ചിട്ടുണ്ടെന്ന് ചില നിക്ഷേപകർ യോഗത്തിൽ അറിയിച്ചു. ബൈജു രവീന്ദ്രന് കമ്പനിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇനി കഴിയില്ലെന്നും ബൈജൂസിൽ ഫോറൻസിക് ഓഡിറ്റ് നടത്തണമെന്നും ഹർജിയിൽ ആവശ്യമുണ്ട്. നിലവിലെ ഓഹരി ഉടമകൾക്ക് കൂടുതൽ ഓഹരികൾ വാങ്ങാൻ അനുമതി നൽകുന്നതിന് ബൈജൂസ് ഉടമകൾക്കുള്ള അധികാരം എടുത്തു മാറ്റണമെന്നും പുതിയ ഡയറക്ടർ ബോർഡിനെ ഉടൻ നിയമിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. ബൈജു രവീന്ദ്രൻ, സഹോദരൻ റിജു, ഭാര്യ ദിവ്യ ഗോകുൽനാഥ് എന്നിവർ യോഗത്തിൽ പങ്കെടുത്തില്ല. 24 ബംഗളൂരു. നോക്കാം ചില ദേശീയ വാർത്തകൾ ചുരുക്കത്തിൽ. BJPയിൽ ചേരുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് അഭിവാദ്യം അർപ്പിച്ച് മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി കമൽനാഥ്. അനീതിക്കും അടിച്ചമർത്തലിനും അഴിമതിക്കുമെതിരെയാണ് രാഹുൽ ഗാന്ധിയുടെ യാത്ര. എല്ലാവരും ഇതിൽ പങ്കാളികളാകണമെന്ന് കമൽനാഥ് എക്സിൽ. സമരം ചെയ്യുന്ന കർഷകർക്കെതിരെ കൂടുതൽ നടപടിക്കൊരുങ്ങി ഹരിയാന പോലീസ്. പൊതുമുതൽ നശിപ്പിച്ചതിന് പ്രതിചേർത്തവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടും. നഷ്ടപരിഹാരമായി തുക ഈടാക്കാനാണ് നടപടി. രാജീവ് ഗാന്ധി വധക്കേസിൽ ജയിൽ മോചിതനായ ശാന്തൻ ശ്രീലങ്കയിലേക്ക്. കേന്ദ്ര സർക്കാരിന്റെ എക്സിറ്റ് പെർമിറ്റ് തിരുച്ചിറപ്പള്ളി കളക്ടർക്ക് കൈമാറി. ഒരാഴ്ചയ്ക്കുള്ളിൽ ശാന്തൻ ശ്രീലങ്കയിലേക്ക് പോകും. വിദേശ നാണയ വിനിമയ കേസിൽ അടിസ്ഥാനരഹിതമായ വാർത്തകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് തൃണമൂൽ കോൺഗ്രസ് നേതാവ് മഹുവ മൊയ്ത്ര നൽകിയ ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളി. മുൻവിധിയുടെ അടിസ്ഥാനത്തിൽ വാർത്തകൾ വിലക്കാനാവില്ലെന്ന് ഡൽഹി ഹൈക്കോടതി. ജോലി തട്ടിപ്പിനിരയായി ഇന്ത്യക്കാർ റഷ്യയിലെ യുദ്ധമേഖലയിൽ കുടുങ്ങിയത് സ്ഥിരീകരിച്ച് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം. ഇന്ത്യക്കാർ റഷ്യൻ സൈന്യത്തിന്റെ സഹായികളായി ജോലി ചെയ്യുന്നതായി വിവരം ലഭിച്ചിട്ടുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇവരുടെ മോചനത്തിനായി ഇടപെടുകയാണെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഭരണത്തുടർച്ച ഏത് പാർട്ടിക്കും അപജയമുണ്ടാക്കുമെന്ന് സാഹിത്യ അക്കാദമി അധ്യക്ഷൻ K. സച്ചിദാനന്ദൻ. 24ന്റെ ഫയറിംഗ് ലൈൻ വിത്ത് KR ഗോപികൃഷ്ണൻ എന്ന പരിപാടിയിലാണ് പ്രതികരണം. മുഖ്യമന്ത്രിയായാലും മന്ത്രിയായാലും ജനാധിപത്യ മര്യാദകൾ പാലിക്കണം. MT വാസുദേവൻ നായർ കോഴിക്കോട് പറഞ്ഞത് എല്ലാ കാലത്തും പ്രസക്തിയുള്ള കാര്യമാണെന്നും K. സച്ചിദാനന്ദൻ പറഞ്ഞു.
ഏത് രാഷ്ട്രീയ പാർട്ടിയും കറപ്റ്റ് ചെയ്യും എന്നൊരു അഭിപ്രായം താങ്കൾക്കുണ്ട്? തീർച്ചയായും ഉണ്ട്. ആ അപകട സാധ്യത വളരെയധികം ഉണ്ട്. ആ അപകട സാധ്യത നാം ധാരാളം കണ്ടു. അത് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് നാം കണ്ടു, നാം ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് കണ്ടു. അവിടെയെല്ലാം തന്നെ തുടർച്ചയായ അധികാരം പാർട്ടികളെ ദുഷിപ്പിക്കുന്നതും പാർട്ടിയിൽ അതിൻ്റെ പ്രത്യയശാസ്ത്രവുമായി യാതൊരു പ്രതിജ്ഞാബദ്ധതയും ഇല്ലാത്ത ആളുകൾ കടന്നു വരുന്നതും അവർ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി പാർട്ടിയെ ഉപയോഗിക്കുന്നതും നാം കണ്ടു. ബംഗാളിലെ ഗ്രാമങ്ങളിൽ പോലും സഞ്ചരിച്ചിട്ടുള്ള ഒരാളെന്ന നിലയ്ക്ക് തന്നെയാണ് ഞാനിത് പറയുന്നത് കണ്ടു. അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ജാഗ്രത പുലർത്തണം എന്ന ഒരു താക്കീതാണ് വാസ്തവത്തിൽ അതിലുള്ളത്. ഒരു പകുതി ലാഘവത്തോടെ എന്നാൽ പകുതി ഗൗരവത്തോടെ പറഞ്ഞ ഒരു കാര്യമാണത്. ജനാധിപത്യത്തിൽ ഏത് മുഖ്യമന്ത്രിയായാലും മന്ത്രിമാരായാലും ജനാധിപത്യപരമായി ജനാധിപത്യത്തിന്റെ മര്യാദകൾക്കനുസരിച്ച് പെരുമാറണം എന്നൊരു പ്രാഥമികമായ കാര്യമാണ്. ഏത് രാഷ്ട്രീയ പാർട്ടിയും കറപ്റ്റ് ചെയ്യും എന്നൊരു അഭിപ്രായം താങ്കൾക്കുണ്ട്? തീർച്ചയായും. ആലുവ കുട്ടമശ്ശേരിയിൽ കാറിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ 7 വയസ്സുകാരൻ നിഷികാന്ത് ആശുപത്രി വിട്ടു. കരളിന് പരിക്കേറ്റ് ആലുവ രാജഗിരി ആശുപത്രിയിലെ കുട്ടികളുടെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു നിഷികാന്ത്. ഫെബ്രുവരി 13 ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുന്നതിനിടെ റോഡിലേക്ക് വീണ നിഷികാന്തിനെ കാർ ഇടിക്കുകയായിരുന്നു. നോക്കാം ചില വാർത്തകൾ ചുരുക്കത്തിൽ. വയനാട്ടിലെ ആളക്കൊല്ലിക്കാട്ടാന ബേലൂർ മഖ്ന കർണാടകയുടെ വനമേഖലയിൽ തുടരുന്നു. കേരള അതിർത്തിയിൽ നിന്ന് 5 കിലോമീറ്ററോളം അകലെ കർണാടക ഉൾവനത്തിലാണ് ആനയുള്ളത്. വ്യവസായ സംരംഭകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ PKD നമ്പ്യാർ ഡൽഹിയിൽ അന്തരിച്ചു. അർബുദബാധിതനായിരുന്നു. ഡൽഹിയിലെ മാക്സ് ആശുപത്രിയിലായിരുന്നു അന്ത്യം. മൃതദേഹം നാളെ സ്വദേശമായ കണ്ണൂരിൽ എത്തിക്കും. ആലപ്പുഴ കാട്ടൂരിൽ 7ാം ക്ലാസ്സുകാരൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കായിക അധ്യാപകൻ ക്രിസ്തുദാസ് അടക്കം 3 അധ്യാപകർക്ക് സസ്പെൻഷൻ. ആത്മഹത്യാ പ്രേരണ ഉണ്ടെങ്കിൽ കർശന നടപടിയെടുക്കുമെന്ന് ബാലാവകാശ കമ്മീഷൻ. കേരള കേന്ദ്ര സർവകലാശാലയിൽ ലൈംഗികാരോപണം നേരിടുന്ന അധ്യാപകന്റെ സസ്പെൻഷൻ പിൻവലിച്ചു. MA ഇംഗ്ലീഷ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഇഫ്തിഖർ അഹമ്മദിനെയാണ് തിരിച്ചെടുത്തത്. വിദ്യാർത്ഥികൾ നൽകിയ പരാതികളിൽ കഴമ്പില്ല എന്നാണ് സർവകലാശാലയുടെ കണ്ടെത്തൽ. കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പടമലയിലെ അജീഷിന്റെ മകളെ സമൂഹമാധ്യമങ്ങളിൽ അധിക്ഷേപിച്ച CPIM പ്രാദേശിക നേതാവിന് വ്യാപക വിമർശനം. CPIM സുരഭിക്കവല ഈസ്റ്റ് ബ്രാഞ്ച് കമ്മിറ്റി അംഗം ജോബിഷ് ജോർജാണ് പെൺകുട്ടിക്കെതിരെ അധിക്ഷേപകരമായ പരാമർശം നടത്തിയത്. പാർട്ടി ജില്ലാ നേതൃത്വം ഇടപെട്ടതോടെ സമൂഹമാധ്യമങ്ങളിൽ നിന്ന് പരാമർശം പിൻവലിച്ച് ജോബിഷ് മാപ്പ് പറഞ്ഞു. വയനാട് സുൽത്താൻ ബത്തേരിയിൽ പോലീസ് വാഹനമിടിച്ച് ബൈക്ക് യാത്രികർക്ക് ഗുരുതരമായി പരിക്കേറ്റു. മലപ്പുറം വാഴക്കാട് പുൽപ്പറമ്പിൽ ജാസിദ്, ഭാര്യ ഷാഹിന, 3 വയസ്സുള്ള മകൻ ജുവാൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ബാരിക്കേഡുകൾ കൊണ്ടുപോകാൻ വന്ന ലോറിയാണ് ബൈക്കിലിടിച്ചത്. ഡ്രൈവർ ഇറങ്ങിയോടി. പത്തനംതിട്ട അടൂരിൽ 12 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 54 വർഷം കഠിന തടവ്. കൊല്ലം സ്വദേശി സതീഷ് ഉണ്ണിയെയാണ് അടൂർ ഫാസ്റ്റ് ട്രാക്ക് കോടതി ശിക്ഷിച്ചത്. 2021 ഒക്ടോബറിൽ പെൺകുട്ടിയുടെ വീട്ടിൽ കയറി ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാണ് കേസ്. എല്ലാ കേസുകൾക്കും കൂടി ഒരുമിച്ച് 20 വർഷം കഠിന തടവ് അനുഭവിച്ചാൽ മതി. ഇലാൻസ് ലേണിംഗ് പ്രൊവൈഡറിന്റെ പുതിയ കോർപ്പറേറ്റ് ഓഫീസ് ഉദ്ഘാടനം MK രാഘവൻ MP നിർവഹിച്ചു. ഇലാൻസ് ഡയറക്ടർമാരായ ജിഷ്ണു PV, അക്ഷയ് ലാൽ, അരുൺ കുമാർ, പാർട്ട്നേഴ്സായ അലൻ ബിജു പാലക്, ഹബീബ് റഹിമാൻ, അൽക്കേഷ് സുഭാഷ്, ജോജോ ടോമി, അനീസ് പുളിക്കൽ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പ്രൈം ടൈം ന്യൂസ് പൂർത്തിയാവുകയാണ്. നമസ്കാരം.